കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ച മഴയത്ത് അടോട്ടെ വയലിൽ അരിവാൾ ചുറ്റിക സ്ഥാപിച്ച അടോട്ടെ ആ സഖാക്കൾ ദാ ഇപ്പോൾ കൂടെയുണ്ട്. നിങ്ങളുടെ ആ ഒരു ദൃശ്യം കേരളം മുഴുവൻ ഏറ്റെടുക്കുന്നതാണ് കണ്ടത്. എന്തായിരുന്നു, ഏത് സാഹചര്യത്തിലായിരുന്നു ആ മഴയത്ത്, കോരിച്ചുരിയുന്ന മഴയത്ത് ഇങ്ങനെ അരിവാൾ ചുറ്റിക സ്ഥാപിക്കാൻ തീരുമാനിച്ചു? ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കൂടെ നിൽക്കുന്ന ഒരു ചരിത്രമാണ് നമ്മുടെ നാട്ടിൻ്റെത്. പാർട്ടി ഏത് പ്രതിസന്ധി വന്നാലും പാർട്ടിയായിട്ട് തന്നെ ഉണ്ടാകലുണ്ട്. ഇവിടുത്തെ നമ്മളെ നാട്ടിലത്തെ യുവാക്കളെല്ലാം ചേർന്നിട്ട് ഇവിടെ ഒരു ചിഹ്നം സ്ഥാപിക്കണമെന്നില്ല ഒരു ആശയം വന്നിട്ട് അങ്ങനെ എല്ലാവരും 100 എല്ലാം പൈസ കൂട്ടിയിട്ടാണ് ഈ അരിവാളിവിടെ സ്ഥാപിച്ചത്. അപ്പോൾ ഇങ്ങനെ വൈറലാവുന്നൊന്നും നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. ഇത് നമ്മൾ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ എല്ലാവരും ഏറ്റെടുത്തത് പോസ്റ്ററിൽ ഷെയർ ചെയ്യുന്ന ഒരു ഇതാണ്. ആഴ്ചകളോളം സമയം എടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. അതായത് നമ്മൾ എല്ലാം ഒരു മേഖലയിൽ പണിയെടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഒരു 7 മണിക്ക് ശേഷം അങ്ങനെ രാത്രികളിൽ പണിയെടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. പാർട്ടിയുടെ ഒരു മണ്ണ് എന്ന രീതിയിൽ അപ്പുറം നമ്മളെ പാർട്ടിക്ക് നമ്മുടെ ചിഹ്നം നഷ്ടപ്പെടുന്നില്ല രീതിയിൽ മറ്റു മാധ്യമങ്ങളും മറ്റുള്ളവരും പറഞ്ഞു നടക്കുന്ന സമയത്ത് സാധാരണക്കാരുടെ ഇടയിൽ മനസ്സിലും ഇത് എത്രത്തോളം ആഴത്തിൽ ഈ ചിഹ്നമുണ്ട് എന്നതിൻ്റെ ഒരു തെളിവ് മാത്രമാണ് നമുക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട്. ഇത് മാധ്യമങ്ങളാകെ ഏറ്റെടുക്കുകയും ഈ നാടാകെ ഏറ്റെടുക്കുകയും ഈ സോഷ്യൽ മീഡിയ ഇല്ലാത്തവർ പോലും എന്തെന്ന് സംഭവം എന്നുള്ള രീതിയിലേക്കുള്ള ചർച്ച ഇതിലൂടെ വന്നിട്ടുണ്ട്. അത്രയും ഈ പാർട്ടിയെ സ്നേഹിക്കുന്നവർ അതിൻ്റെ മറുപടി ഈ ഒരു ചിഹ്നത്തിലൂടെ നമുക്ക് തന്നിട്ടുണ്ട്. ഈ ചിഹ്നം കണ്ടതിലൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. ഇത് കാണുമ്പോൾ നമുക്ക് നല്ലൊരു ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു കൂട്ടം ചെറുപ്പക്കാർ പിന്നെ ഒരു മാസങ്ങൾക്ക് മുമ്പേ നമ്മളിങ്ങനെ ഒരു ആലോചന നടത്തുകയും അപ്പോൾ ആലോചന പ്രകാരം നമ്മളെ പിന്നെ ഒഴിവുള്ള സമയങ്ങളിലാണ് നമ്മൾ ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനം ആരംഭിച്ചത്. തിരിച്ചു വന്നിടാത്ത ദൂരയാത്ര അല്ലിതൻ സഖാക്കളെ അടിച്ചുടച്ചിരാവതല്ല തീർച്ച നമ്മൾ തൻ മനോബലം. കാൽവിലങ്ങുകൾ തകർത്തു കൈകളിൽ കരുത്തുമായി ഉയർത്തെണീറ്റ് വന്നിടും സമീപമാത്രയൊന്നിൽ ഞങ്ങൾ ഉണർന്നെഴുന്നേറ്റ് വരിക തന്നെ ചെയ്യും.